മലയാള സിനിമ നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധി വാർത്തയായിരിക്കെ പല അഭിപ്രായങ്ങളും ഇപ്പോൾ പല ഭാഗത്തുനിന്നായി ഉയർന്നു വരുന്നുണ്ട്. താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം, GSTക്ക് പുറമെയുള്ള നികുതി തുടങ്ങിയ തങ്ങളുടെ വിലയ്ക്ക് വാങ്ങുന്ന എന്നാണ് ഭൂരിഭാഗം നിർമ്മാതാക്കളും പറയുന്നത്. താരങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ സിനിമകൾ ആളുകൾ വരുന്നതെന്നും അവരുടെ മാർക്കറ്റ് അനുസരിച്ചല്ലേ പ്രതിഫലമെന്നും ഈ വാദിക്കുന്നവർ എതിർത്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷ് കുമാറും മറ്റ് നിർമ്മാതാക്കളും നടത്തിയ പത്രസമ്മേളനത്തിൽ OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമകൾ എടുക്കുന്നതിനെ കുറിച്ച് വന്ന മാറ്റത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഇന്ന് OTT നിശ്ചയിക്കുന്ന തുകയ്ക്ക് പല സിനിമകളും കൊടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നേരത്തെ സന്തോഷ് പണ്ഡിറ്റ് പ്രവചിച്ചതാണെന്നാണ് ഇപ്പോൾ പരക്കെയുള്ള ഒരു അഭിപ്രായം. സന്തോഷ് പണ്ഡിറ്റിന്റെ ദീർഘവീക്ഷണത്തെ അഭിനന്ദിച്ചവരും ഇപ്പോൾ ഏറെയാണ്. എന്നാൽ ഇപ്പോഴിതാ കോടി ക്ലബ്ബ് കളക്ഷൻ എന്ന പേരിൽ തെറ്റായ അവകാശവാദങ്ങൾ നടത്തുന്നതിനെതിരെ സംസാരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. തന്റെ യൂട്യൂബ് ചാനലിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞതാണിത്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് 100 കോടി കിട്ടി, 200 കോടി കിട്ടി എന്ന കളക്ഷൻ തള്ളുകൾ മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. സിനിമ കാണുന്ന പ്രായത്തിലുള്ള 1.25 കോടി പേരുണ്ടാകും. അവർ എല്ലാവരും സിനിമ ഭ്രാന്തുള്ളവരല്ല. 1 കോടി ജനങ്ങളുണ്ടാകും. ഈ 1 കോടി ജനങ്ങളും സിനിമ നല്ലതാണെന്ന് കേട്ടാൽ ചാടിക്കേറി കാണുന്നവരാണോ എന്നും സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നുണ്ട്. ബാഹുബലി 2 എന്ന തെലുങ്ക് ചിത്രത്തിന്റെ കളക്ഷനും സന്തോഷ് പണ്ഡിറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 40-ാം ദിവസം പോലും ഹൗസ്ഫുള്ളായി ഓടിയ സിനിമയാണ് ബാഹുബലി 2. ഈ സിനിമ കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തത് 76 കോടി രൂപയാണ്. ആരോ ചെയ്ത പുണ്യം കൊണ്ട് ബാഹുബലി 2-വിൽ പ്രഭാസ് ആണ് നായകനായത്. ഇത് മലയാളത്തിലെ ഏതെങ്കിലും നടനായിരുന്നുവെങ്കിൽ 76 കോടിക്ക് 276 കോടി കിട്ടിയേനെ. മറ്റവന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചാടിക്കടിക്കുന്നുമുണ്ടായിരിക്കും. പക്ഷെ പ്രഭാസ് എന്ന നടന് അങ്ങനെ ഒരു ഗതികേട് ഇല്ലാത്തതിനാൽ ഉള്ള സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം ഇത്രയും പൈസ കിട്ടില്ല. പല സിനിമകളും കേരളത്തിന് പുറത്ത് ഓടിയിട്ടുണ്ട്. പക്ഷേ അവിടെയും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും സന്തോഷ് പണ്ഡിറ്റ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ രൂപയ്ക്ക് ഗൾഫിലെയും അമേരിക്കയിലെയും പണത്തിന്റെ മൂല്യത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അവിടെ കളക്ഷൻ കൂടുതലായി വരുന്നത്. പലപ്പോഴും നിർമ്മാതാവ് റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. വലിയ മെച്ചമൊന്നും നിർമ്മാതാവിന് കിട്ടുന്നുമില്ല. കളക്ഷനെ കുറിച്ചുള്ള ഇല്ലാത്ത വാദങ്ങളെ കുറിച്ച് ഇപ്പോൾ നിർമ്മാതാക്കൾ തന്നെ തുറന്നു പറയുകയാണെന്നും സന്തോഷ് പണ്ഡിറ്റ് ചൂണ്ടിക്കാട്ടി. മലയാള സിനിമാ രംഗം 2030-നുള്ളിൽ വലിയ പ്രതിസന്ധി നേരിടുമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. ഞാൻ പ്രവചിച്ചതാണ് ഇപ്പോൾ നടക്കുന്നത്. 2030 ആകുമ്പോഴേക്കും തിയേറ്ററുകളുടെ എണ്ണം കുറയും. മലയാള സിനിമ വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പരമാവധി ചെലവ് ചുരുക്കി സിനിമ ചെയ്യാനാണ് നിർമ്മാതാക്കൾ ശ്രദ്ധിക്കേണ്ടതെന്നും സന്തോഷ് പണ്ഡിറ്റ് വിമർശിച്ച് പറയുകയും ചെയ്തു.